ശുഭുക്കൊനോ ദിനം. വിശ്വാസി ദൈവത്തോട് രമ്യപ്പെടുകയും ദൈവസ്നേഹത്താൽ സകലരോടും ക്ഷമിക്കുകയും എല്ലാവരും തന്നോട് ക്ഷമിക്കാനായി മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്ന ദിനമാണ് ശുഭുക്കൊനോ. ഈ ദിനത്തിൽ എഫേസ്യർ 4:25-32 മത്തായി 4:1-11 വരെയുമാണ് നമ്മുടെ ധ്യാനത്തിനായി നൽകിയിട്ടുള്ളത്. എഫേസ്യർ 4:25-32 ശ്ലീഹ പറയുന്നു, നാം വ്യാജം വെടിഞ്ഞ് പരസ്പരം സത്യം സംസാരിക്കുകയും കോപം പാപകരമാക്കി സാത്താന് നമ്മിൽ അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്യണം. കോപിച്ചു പോയാൽ എത്രയും വേഗം രമ്യപ്പെടണം. ക്രിസ്തുശിഷ്യരിൽ നിന്ന് തിന്മകരമായ ഒരു വാക്കുപോലും പുറപ്പെടരുത്. പകരം കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പകരുന്ന നല്ല കാര്യങ്ങൾ സന്ദർഭോചിതമായി സംസാരിക്കണം. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന വിദ്വേഷവും കോപവും എല്ലാത്തരം തിന്മകളും വെടിഞ്ഞ് ക്രിസ്തുവിൽ നവജീവിതം നയിക്കണം. ദൈവം ക്രിസ്തു വഴി നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മളും പരസ്പരം ക്ഷമിച്ച് കരുണയോടെ പെരുമാറണം. യേശുവിൻ്റെ ഉപവാസത്തെയും മരുഭൂമിയിലെ പരീക്ഷയെയും വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ് മത്തായി 4:1-11 വരെ. കല്ലപ്പമാക്കി ഭക്ഷിച്ച് സ്വന്തം വിശപ്പടക്കാനായിരുന്നു യേശുവിൻ്റെ ഒന്നാമത്തെ പ്രലോഭനം. രക്ഷയുടെ ശിലയാകേണ്ടവനെ തൻ്റെ രക്ഷാകര ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പ്രലോഭനമാണിത്. യേശു പ്രലോഭിപ്പിക്കപ്പെട്ടുവെങ്കിലും പരാജിതനായില്ല. നിയമാവർത്തനം 8:3 ഉദ്ധരിച്ചുകൊണ്ട് യേശു പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അപ്പോൾ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് പ്രലോഭകൻ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിയമാവർത്തനം 6:16 ഉദ്ധരിച്ചുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. തുടർന്ന് പിശാച് യേശുവിനെ ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും കാണിച്ചുകൊണ്ട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒന്നാം പ്രമാണത്തിനെതിരെയുള്ള 3 പ്രലോഭനങ്ങളും യേശു ജയിച്ചു. ശാരീരിക ഭക്ഷണവും ജീവനും സമ്പത്തും അധികാരവുമാണ് സാധാരണ മനുഷ്യനെ പ്രലോഭിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. പിതാവായ ദൈവത്തോടുള്ള അചഞ്ചല സ്നേഹവും അനുസരണവും ഉറച്ച ലക്ഷ്യബോധവുമാണ് വചനത്തിൻ്റെ ശക്തിയാൽ പ്രലോഭനങ്ങളെ ജയിക്കാൻ യേശുവിനെ സഹായിച്ചത്. ഇപ്രകാരം പ്രലോഭനങ്ങളെ ജയിക്കാൻ കർത്താവ് നമ്മെയും സഹായിച്ചനുഗ്രഹിക്കട്ടെ. ആമേൻ.